ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യൻ മുസൽമാന്റെ നവോത്ഥാന സരണിയിൽ പരിവർത്തനങ്ങളുടെ പടപ്പാട്ടായി മാറിയ കാലത്തിന്റെ കാവലാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് മണ്ഡലത്തിൽ സമുദായത്തിന്റെ വേദന എന്ന നിലയിൽ ഈ മുസ്ലിം സമുദായത്തിലെ ഉത്ബുദ്ധരായ ജനവിഭാഗം ചെയ്യേണ്ട മാർഗമെന്ത് എന്നതിനെ കുറിച്ച് നിർദ്ദേശം നൽകിയപ്പോ മണ്ണാർക്കാടുള്ള പാവപ്പെട്ട 2 മനുഷ്യ മക്കളെ പേപ്പട്ടിയെ തല്ലും പോലെ നടുറോട്ടിലിട്ട് തല്ലിച്ചതച്ച് മൃഗീയമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കാപാലികന്മാർക്കെതിരെ കാന്തപുരം ഉസ്താദ് എന്ന സാത്വികനായ പണ്ഡിതൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയപ്പോ ഇന്ന് ഈ രാജ്യം വലിയൊരു വിവാദത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആധുനിക ലോകത്തെ സോഷ്യൽ മീഡിയകളിലൂടെ, വാർത്താ മീഡിയകളിലൂടെ ആ വലിയ പണ്ഡിതനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ള ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാറുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ സമുദ്ധാരണം എന്ന പേരിൽ രൂപം കൊണ്ടിരിക്കുന്ന സമുദായ രാഷ്ട്രീയ പാർട്ടി സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വർത്തമാന കേരളത്തിന്റെ മണ്ണിൽ സാഹചര്യം നടമാടിക്കൊണ്ടിരിക്കുന്ന മൃഗീയമായ അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞെട്ടുന്ന രൂപത്തിലുള്ള അക്രമങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്കും ഈ പ്രസ്ഥാനം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രങ്ങളായി തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ ആക്രമിക്കുവാൻ, പള്ളികളിൽ ദർസ് നടത്തുന്ന മുദരിസുമാരെ ആക്രമിക്കുവാൻ, അവിടെ പഠനം നടത്തുന്ന മുത്തഅല്ലിമീങ്ങളെ ആക്രമിക്കുവാൻ, രാജ്യത്തെ മദ്രസകളെ പൂട്ടിക്കുവാൻ, പരിശുദ്ധ ഖുർആൻ കത്തിക്കുവാൻ. നമുക്കറിയാം, അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയിലെ ഓണംപറമ്പിൽ അള്ളാഹുവിന്റെ പള്ളി തച്ചുപൊടിക്കുവാൻ നേതൃത്വം നൽകിയത് ഇവിടുത്തെ സമുദായ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജഗൽപൂരിന്റെയും ബഗൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും പോർബന്ദറിന്റെയും സിക്കന്ദർബാദിന്റെയും കോയമ്പത്തൂരിന്റെയും സൂറത്തിന്റെയും മീറത്തിന്റെയും അലീഗറിന്റെയും വാരാണസിയുടെയും കോയമ്പത്തൂരിന്റെയും പേര് പറഞ്ഞ് ആ രാജ്യത്ത് കൊടിയ വർഗീയ പീഡനങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ കണ്ണീരിന്റെ കണക്ക് പറഞ്ഞ് വോട്ട് വാങ്ങുന്ന സമുദായ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൽ ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ കണക്കെത്രയാ പ്രിയപ്പെട്ടവരെ? അവരടിച്ചുവിട്ട വിധ്വംസക പ്രവർത്തനങ്ങളുടെ കണക്കെത്രയാണ്? എണ്ണിയാലില്ലാത്ത കൊടിയ പീഡനങ്ങൾക്ക് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകിയില്ലേ? നിഷ്കളങ്കരും നിർമ്മലകളുമായ എത്രയോ പാവപ്പെട്ട മനുഷ്യ മക്കളെ കൊടും ക്രൂരതയിലൂടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകന്മാരല്ലേ? നമുക്കറിയാം, 7ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യ മക്കളെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ, ഈ രാജ്യത്തെ ഇസ്ലാമിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വന്ദ്യനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് എന്ന സാത്വികനായ പണ്ഡിതനെ അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ, SYS-കാരനായതിന്റെ പേരിൽ, SSF-കാരനായതിന്റെ പേരിൽ തെരുവോരങ്ങളിലിട്ട് മൃഗീയമായി കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സമുദായ രാഷ്ട്രീയ പാർട്ടിയാണ്. നമുക്കറിയാം, 1989 മെയ് മാസം 1-ാം തീയതി ആത്മീയ ലോകത്തെ പ്രോജ്വലിക്കുന്ന പൊൻതാരകം, അതീന്ദ്രിയ ജ്ഞാനങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത അത്ഭുത ലോകത്തേക്ക് മാനവരെ ആനയിച്ച ആഷിഖുർ റസൂൽ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സാത്വികനായ പണ്ഡിതന്റെ പ്രിയപ്പെട്ട മകൻ, 3ാമത്തെ മകൻ, നാമ്പിടിപ്പറമ്പത്ത് മുഹമ്മദ് മുത്തി എന്ന് പറയുന്ന കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞുവിനെ പരിശുദ്ധമായ റമദാൻ മാസം 27-ാം തീയതി നടുറോട്ടിൽ കുത്തിമലർത്തിയത് ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇവിടുത്തെ സമുദായ രാഷ്ട്രീയ പാർട്ടിയല്ലേ? കഴിഞ്ഞില്ല, 1994 മാർച്ച് മാസം 22-ാം തീയതി ഓമശ്ശേരിയിൽ മദ്രസ കഴിഞ്ഞു വരുന്ന അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ SSF-കാരനെ നടുറോട്ടിൽ അടിച്ചു വീഴ്ത്തി തലയിൽ നിന്ന് തൊപ്പി ഊരി ആ തലയിലെ മൂർധാവിലേക്ക് മൂർച്ചയില്ലാത്ത കോൺക്രീറ്റിന്റെ കമ്പി അടിച്ചു താഴ്ത്തുമ്പോ, എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞു വാവിട്ട് നിലവിളിച്ച, മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വമിച്ചുകൊണ്ട് നിലവിളിച്ച ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി, അവന്റെ മുഖത്ത് നോക്കി, നിന്റെ തലയോട്ടിയിൽ സമുദായ പാർട്ടിയുടെ ഹരിത പതാക കെട്ടാനാണെന്ന് ഉദ്ഘോഷിച്ചത് ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞില്ല, മലപ്പുറം ജില്ലയിലെ പന്തല്ലൂരിൽ കിടങ്ങയം ആമക്കാട്ട് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന 55 വയസ്സുകാരനായ വയോധികനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് 20ഓളം വരുന്ന സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളായിരുന്നു. 1994 ഏപ്രിൽ മാസം 1-ാം തീയതി ആ വയോധികൻ
വയോധികനായ സഹോദരനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് എന്തിന്റെ പേരിലായിരുന്നു? കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ, രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മൃഗീയമായ താണ്ഡവങ്ങൾക്കാണ് ഇന്നും സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നൽകുന്നത് എന്ന സത്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയുകയില്ല. ഈ കഴിഞ്ഞില്ല, നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ കഥയെടുത്ത് പരിശോധിച്ചാൽ ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എന്നും ഈ സമുദായത്തിന്റെ നവോന്മുഖമായ മുന്നേറ്റങ്ങൾക്ക് തടഞ്ഞിടുന്നവരാണ് സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും. കഴിഞ്ഞില്ല, പൂക്കോട്ടൻ അബ്ദു എന്ന് പറയുന്ന, കുറ്റിമുച്ചിൽ അബ്ദു എന്ന് പറയുന്ന പാവപ്പെട്ട 36 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ 1995 ഫെബ്രുവരി മാസം 4-ാം തീയതി പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നമസ്കാരത്തിന്റെ ഇടയിൽ അടിപ്പള്ളയിലേക്ക് കടാര കുത്തിയിറക്കി പള്ളിയിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തിട്ട് അതേ സമുദായ രാഷ്ട്രീയ പാർട്ടിയിലെ വീടിന്റെ കത്തളത്തിലെ മുസ്ലിം പെണ്ണുങ്ങളെ തെരുവിലിറക്കി ആ ചെറുപ്പക്കാരന്റെ മുറിവേറ്റ അടിവയറ്റിലേക്ക് മുളക് പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചു വിതറി വേദന കൊണ്ട് പൊളയുന്ന പാവപ്പെട്ട പൂക്കോട്ടൻ അബ്ദുവിനെ കൊലപ്പെടുത്തിയതാരായിരുന്നു? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല, മഞ്ചേരിയിൽ അബ്ദു ഹാജി എന്ന് പറയുന്ന വയോധികനായ ഒരു സഹോദരനെ പരിശുദ്ധമായ ദീനിന്റെ വിഷയം പറഞ്ഞതിന്റെ പേരിൽ പള്ളിയുടെയും മദ്രസയുടെയും നഗത്തളത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് ചേരാത്ത ആശയ പ്രകടനം നടത്തിയപ്പോ ഖുർആൻ പാരായണം നടത്തിക്കൂടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ മൃഗീയമായി കൊലപ്പെടുത്തിയത് ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, വന്ദ്യരായ കാന്തപുരം ഉസ്താദ് മണ്ണാർക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ സമുദായത്തിന്റെ ചുടുചോര ഊറ്റിക്കൊടുത്ത രക്തരശസ്സുകളായ കാപാലികന്മാരെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. കല്ലാംകുടിയിൽ നൂറുദ്ദീൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ, കുഞ്ഞംസ എന്ന് പറയുന്ന പാവപ്പെട്ട 2 ചെറുപ്പക്കാരെ മൃഗീയമായി വേട്ടയാടിയെന്ന് മാത്രമല്ല, ആ കാട്ടാളത്വത്തിന് കൂട്ടുനിന്നവരെ സംരക്ഷിക്കുവാനാണ് അവിടെ ഇന്ന് സമുദായത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട രാഷ്ട്രീയ സ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്തത് എങ്കിൽ 7ഓളം വരുന്ന പാവപ്പെട്ട മക്കളെ അനാഥകളാക്കി, 2 സഹോദരിമാരെ വിധവകളാക്കി, ഒരു രാജ്യത്ത് മുഴുവനും കാലുഷ്യം നിറച്ചില്ലേ? നമുക്കറിയാം, കൊണ്ടാനോമയിലെയും അബൂദരീബിലെയും സാമ്രാജ്യത്തെ പട്ടാളക്കാരൻ കാട്ടിക്കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും മൃഗീയമായ കോലത്തിൽ നൂറുദ്ദീൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൂറുദ്ദീനെ മൃഗീയമായി വേട്ടയാടിയപ്പോ ഒറിവിന്റെ പഹരത്തിൽ ചോര ഒലിച്ച് സക്കറാത്തിന്റെ ഹാലിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോ അവിടെ സമുദായ രാഷ്ട്രീയ പാർട്ടിക്കാരൻ തുടിപൊക്കിയിട്ട പാവപ്പെട്ടവന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തുവെങ്കിൽ കഴിഞ്ഞില്ല, കുഞ്ഞംസ എന്ന് പറയുന്ന കുഞ്ഞഹംസ എന്നായി പറയപ്പെടുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ 46-ലധികം വെട്ടിയിട്ടാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. ഈ രൂപത്തിൽ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാട്ടാളത്തിന്റെ കരങ്ങളെ സഹായിക്കാൻ ഒരിക്കലും ഈമാനുള്ള, വിശ്വാസമുള്ള, ഈമാനിക ചൈതന്യമുള്ള ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അല്ലാഹു തആല സമുദായത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ പ്രവർത്തകന്മാരെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.